ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടാ. എന്താന്ന് വെച്ചാ കുറെ നാളായിട്ട് ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഭൂരിഭാഗം കിട്ടിയതും നോൺ സ്റ്റിക് പാത്രങ്ങളാണ്. നോൺ സ്റ്റിക് പാത്രങ്ങള് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്ന് ഞാൻ കേട്ടിരിക്കണോണ്ട് തന്നെ ഇതൊന്ന് നാശാവാൻ നോക്കിയിരിക്കായിരുന്നു എനിക്ക് കുറച്ച് കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ വാങ്ങാനായിട്ട്. കറക്റ്റ് ആ ടൈമിലാണ് നമ്മുടെ മഞ്ജു ചേച്ചിയില്ലേ, മഞ്ജു പത്രോസ്, ആളുടെ വീഡിയോ ഞാൻ കാണുന്നത്. ആളുടെ അടുക്കളയിലത്തെ ടോക്സിക് പാത്രങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് കിച്ചേര എന്ന ബ്രാൻഡിന്റെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ വാങ്ങിച്ചതിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. അതിൽ സിമി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഞാനും വിചാരിച്ചിരുന്നത് ഈ കാസ്റ്റ് അയണിന്റെ പാത്രങ്ങൾ വാങ്ങിച്ചാൽ ഇങ്ങനെ കുത്തി ഇതാക്കി എടുക്കണം, അതുപോലെ തന്നെ അടുക്കി പിടിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഈ കിച്ചേരയുടെ പ്രൊഡക്ട്സിന് അങ്ങനെ ഒന്നുള്ള പ്രശ്നങ്ങളില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും അല്ല, കുറച്ചധികം പ്രൊഡക്ട്സ് ഞാൻ കിച്ചേരയുടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. ആദ്യത്തെ ഐറ്റം ഒരു മഡിന്റെ മീൻചട്ടി ആയിരുന്നു. അടുത്തത് നീട്ടത്തില് പിടിയുള്ള ഒരു ദോശത്തവയാണ് കേട്ടാ. ഈ ഒരു ദോശത്തവ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അമ്മയും നോൺ സ്റ്റിക്കിലാണ് ദോശ ചുട്ടോണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടം ഇതുപോലെ രണ്ട് സൈഡിലും പിടുത്തുള്ള ദോശത്തട്ടാണ്. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള വലിയൊരു ദോശത്തട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പാത്രങ്ങളാണ് കേട്ടാ. ഇതൊരു അപ്പച്ചട്ടിയാണ്. ഇതിലെന്നാലും ഞാൻ കുഞ്ഞൊരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടാ. അടുത്തത് നന്നായിട്ട് ഉള്ളിലോട്ട് സ്പേസ് ഉള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പാത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാത്രമാണ്. ഇപ്പൊ കറി ഉണ്ടാക്കുന്നതും ഉപ്പേരി ഉണ്ടാക്കുന്നതും ഒക്കെ ഇത് രണ്ടിലുമാണ് കേട്ടാ. ഈ പാത്രങ്ങളെല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇത്രയും വേഗിച്ചത് കേട്ടാ ഞാൻ. എനിക്ക് എന്തായാലും ഈ പാത്രങ്ങളെല്ലാം വലിയ ഇഷ്ടമായി. ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉള്ള കാരണം കൊണ്ടേ ഇളക്കുമ്പോഴൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്നു നമുക്ക് ടെൻഷൻ അടിക്കണ്ട കേട്ടാ. ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കിച്ചേര എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ്. പിന്നെ ഈ പാത്രങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഓരോ രീതിയുണ്ട്. അത് ഈ സ്ലിപ്പിന്റെ ഉള്ളിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഞാൻ കാര്യമായിട്ട് പറയാണ്, നിങ്ങളുടെ അടുക്കള ഇപ്പോഴും ടോക്സിക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ വാങ്ങിച്ചോട്ടാ.